ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രിപ്ലി മെഡിസിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ പോളിടെക്നിക് ലെക്ചറർ എക്സാം ഇലക്ട്രോണിക്സിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ കേരള PSCയുടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഏതൊരു എക്സാമിനും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സീരീസിൽ നമ്മൾ വിചാരിക്കുന്നത് ഓരോ ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ട് ബേസിക്സ് കവർ ചെയ്ത ശേഷം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാമെന്നാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാം. ഈ www.medc.com ഇതിൻ്റെ എല്ലാം നോട്ട്സുകൾ അവൈലബിൾ ആക്കാൻ പോകുന്നത്. അപ്പോൾ അതും ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യാം. www.medc.com. സാറ്റലൈറ്റ് എന്താണ് ശരിക്കും ഒരു സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ സെലസ്റ്റിയൽ ബോഡി ദാറ്റ് ഓർബിറ്റ്സ് അറൗണ്ട് എ പ്ലാനറ്റ്. നോർമലി പറയുവാണെങ്കിൽ അതാണ് സാറ്റലൈറ്റ് ഉപഗ്രഹം എന്ന് പറയുന്നത്. In aerospace terms, a satellite is a space vehicle launched by humans and orbits Earth or another celestial body. Orbits Earth or another celestial body. അതാണ് നമ്മുടെ സാറ്റലൈറ്റിന് നമ്മൾ എയറോസ്പേസിൽ പറയുന്നത്. ആ സാറ്റലൈറ്റ്സിനെ മാത്രമാണ് പറയുന്നത്. ഓക്കെ, സോ ഇത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നോക്കൂ. ഇവിടെ ഒരു ഫസ്റ്റ് സ്റ്റേഷൻ ഉണ്ട്. ഈ സ്റ്റേഷനിൽ നിന്ന് ഈ സ്റ്റേഷനിട്ടാണ് അല്ലേ, സെക്കൻഡ് എർത്ത് സ്റ്റേഷനിലേക്കാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അപ്ലിങ്കിൽ ഡേറ്റ ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നു, സാറ്റലൈറ്റ് അത് പ്രോസസ്സ് ചെയ്യുന്നു, ദെൻ എന്ത് ചെയ്യുന്നു, അങ്ങ് അകലെയുള്ള സെക്കൻഡ് സ്റ്റേഷനിലേക്ക് ആ ഒരു ഡേറ്റ എത്തിക്കുന്നു. ഇങ്ങനെയാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ ബേസിസ് എന്ന് പറയുന്നത് കെപ്ലേഴ്സ് ലോസ് ആണ്. കെപ്ലേഴ്സ് ലോ, കെപ്ലറിന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, 3 ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ എന്താണ്? It states that a satellite will orbit a primary body following an elliptical path. ഈ primary body എന്ന് പറയുന്നത് it can be sun or it can be earth. എർത്തിന്റെ ചുറ്റുമാണ് എർത്തിന്റെ ചുറ്റുമാണ് സാറ്റലൈറ്റ് പോകുന്നതെങ്കിൽ അവിടെ പ്രൈമറി ബോഡി എന്താണ്? എർത്ത് ആണ്. സണ്ണിന്റെ ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്നതിന് കാര്യമാണെങ്കിൽ അവിടെ പ്രൈമറി ബോഡി ഈസ് സൺ. Okay, so Kepler's first law states that a satellite will orbit a primary body following an elliptical path. Elliptical pathലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് എലിപ്റ്റിക്കൽ പാത്ത്. അപ്പോൾ ഇതിൽ ഈ നീളം, ഇപ്പോൾ ഈ ഇലക്ട്രിക്കൽ പാത്തിൽ തന്നെ ഇവിടെ ഒരു ഫോക്കസ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് സെൻറ്റർ അല്ലെങ്കിൽ ഫോക്കസ് പോർഷൻ, സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഫോക്കസുകളാണ് ഈ ഒരു മേജർ ആക്സിസിൽ വരുന്നത്. F1ഉം F2ഉം അങ്ങനെ 2 ഫോക്കസുകളുണ്ട്. ഓക്കെ, ആൻഡ് ഇത് 2 ആക്സിസ് ഉണ്ട്. ഒന്ന് മേജർ ആക്സിസ്, ഇവിടെ ഒന്ന് മൈനർ ആക്സിസ്. ആ ലെങ്ത് കൂടിയത് മേജർ ആക്സിസും ലെങ്ത് കുറഞ്ഞത് മൈനർ ആക്സിസും ആണ്. അത് സർക്കിൾ അല്ലാത്തത് കൊണ്ട് മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ് ഡിഫർ. അപ്പോൾ ഇനി അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞ് നോക്കൂ. സെമി മേജർ ആക്സിസിൻ്റെ ലെങ്ത് ആണ് A, സെമി മൈനർ ആക്സിസിൻ്റെ ലെങ്ത് ആണ് B ആയിട്ട് നമ്മൾ സാധാരണ ഇതിൽ കാൽക്കുലേഷനും ഇക്വേഷൻസിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, ഇതാണിപ്പോൾ സൺ എങ്കിൽ ഇതാണ് പ്ലാനറ്റ് വരുന്നത്, ദാറ്റ് ഈസ് ഫോളോയിങ് ആൻ എലിപ്റ്റിക്കൽ പാത്ത്. കെപ്ലർ സെക്കൻഡ് ലോ, കെപ്ലറിന്റെ സെക്കൻഡ് ലോ എന്താണ് പറയുന്നത്? Kepler's second law states that for equal time intervals of time, a satellite will sweep out equal areas in the orbital plane focused at a barycenter. അപ്പോൾ ഇങ്ങനെ ഒരു ബാരി സെന്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കുവാണെങ്കിൽ, നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഇതാണ് സൺ, ഈ യെല്ലോ കളർ ഇരിക്കുന്നതാണ് ഒരു പ്ലാനറ്റിനെയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് വിചാരിക്കുക. പ്ലാനറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അറൗണ്ട് ദ സൺ ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. നോക്കൂ, ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ എന്താണ്, കുറച്ചും കൂടി അടുത്താണ് അല്ലേ, സൂര്യനോട് പ്ലാനറ്റ് കുറച്ചും കൂടി അടുത്താണ്. അപ്പോൾ കുറച്ചും കൂടി അടുത്തായിരിക്കുമ്പോൾ ആ ഡിസ്റ്റൻസ്, ആ ഒരു ഏരിയ മൊത്തം ഏരിയ സ്വൈപ്പ് ഔട്ട് ചെയ്യുന്നത് ഈക്വൽ ആക്കാൻ വേണ്ടി പോർഷൻ കാണിച്ചിരിക്കുന്നത് ഈക്വൽ ആണെന്നാണ് ഈ പറയുന്നത്. അപ്പൊ കെപ്ലർ സെക്കൻഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ ഈക്വൽ ടൈം ഇന്റർവൽസ് ഓഫ് ടൈം എ സാറ്റലൈറ്റ് വിൽ സ്വീപ്പ് ഔട്ട് ഈക്വൽ ഏരിയാസ് ഇൻ ദ ഓർബിറ്റൽ പ്ലെയിൻ ഫോക്കസ്ഡ് അറ്റ് ദ ബാരിസെന്റർ. ഇനി കെപ്ലർസ് തേർഡ് ലോ, തേർഡ് ലോ എന്ന് പറയുന്നത് നമുക്കറിയാം, ദ പീരിയോഡിക് ടൈം ഓഫ് ദ ഓർബിറ്റ്, പീരിയോഡിക് ടൈം ഓഫ് ദ ഓർബിറ്റ് ആണ് പറയുന്നത്. ഓക്കെ, എർത്തിന്റെ കേസിലാണ് എർത്ത് ഇയർ. square of അതിന്റെ സ്ക്വയർ, the square of the periodic time of the orbit, and that is proportional
mean distance between the sun and the satellite. The third law, the sun and the satellite എന്ന് പറയാം, അല്ലെങ്കിൽ sorry, and the body. Okay, the third law എന്താണ് പറയുന്നത്? T square is equal to T square proportional to a cube and T square is equal to square by a cube. Okay, ഇനി ഇതാണ് square to 4 pi square plus 4 pi square. This m is solar മറ്റിലാണ് ആ ഡിസ്റ്റൻസ് പറയുന്നത്. 1 AU ആണ് എർത്തിന്റെ കാര്യത്തിൽ ആ വാല്യൂ വരുന്നത്. ഇനി ഓർബിറ്റൽ സാറ്റലൈറ്റ് സിൻക്രണസ് സാറ്റലൈറ്റ്സ് ഉണ്ട്, നമുക്കത് രണ്ടും പഠിക്കാം. in a circular orbit. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഒരു ഓർബിറ്റ് ആയതുകൊണ്ടാണ് ചില സ്ഥലത്ത് ഫാസ്റ്റർ ആവുന്നത്, പക്ഷെ ഒരു സർക്കുലർ ഓർബിറ്റ് അത് ഈക്വൽ ആയിരിക്കും. ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ദ സ്പീഡ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഹൈറ്റ് above the earth. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ സ്പീഡ് വരുന്നത്. അടുത്തത് ഓർബിറ്റ്. എന്താണ് പ്രോഗ്രേഡ് ഓർബിറ്റ്, എന്താണ് റെട്രോഗ്രേഡ് ഓർബിറ്റ് നോക്കാം. ഇപ്പോൾ ഇഫ് ദ സാറ്റലൈറ്റ് ഈസ് ഓർബിറ്റിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് എർത്ത് റൊട്ടേഷൻ, അതേ ഡയറക്ഷനിലാണ് കണ്ടിന്യൂറ്റി ഉണ്ട്. Is called a prograde or posigrade orbit. അപ്പോൾ സാറ്റലൈറ്റ് ഈസ് ഓർബിറ്റിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് എർത്ത് റൊട്ടേഷൻ, പിന്നെയോ ആംഗുലർ വെലോസിറ്റി ഓഫ് ദാറ്റ് സാറ്റലൈറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എർത്ത്, അങ്ങനെയാണെങ്കിൽ അതിന് പ്രോഗ്രേഡ് ഓർ പോസിഗ്രേഡ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോഗ്രേഡ് ഓർബിറ്റ് ആണ്, സോറി അതാണ്. ഇനി അടുത്ത റെട്രോഗ്രേഡ് ഓർബിറ്റ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഓർബിറ്റിംഗ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആസ് ദ എർത്ത് റൊട്ടേഷൻ, rotating അല്ലെങ്കിൽ orbiting in the opposite direction as the earth's rotation or in the same direction less than retrograde orbit. അപ്പോൾ ലെസ് ദാൻ ആയിരിക്കും ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്, ആൻഡ് അത് സെയിം ആകാം ഓപ്പോസിറ്റ് ഡിറക്ഷനും ആകാം, അതാണ് റെട്രോഗ്രേഡ് ഓർബിറ്റ്. ഇനി എന്താണ് ജിയോസിൻക്രണസ് സാറ്റലൈറ്റ്? Geosynchronous satellites are those that orbit in a circular with angular velocity greater than earth പറഞ്ഞു. അപ്പോൾ angular velocity of the satellite equal to earth വരുമ്പോൾ അത് ജിയോസിൻക്രണസ് സാറ്റലൈറ്റ്, കാരണം സിൻക്രണൈസ് ചെയ്ത് പോവാണ്, ഒരേ സ്പീഡിൽ പോവാണ്. ജിയോസിൻക്രണസ് സാറ്റലൈറ്റ് as that of earth. Orbital hour എത്രയാണ്? 24 hour ആണ്. And the geosynchronous satellites appear to be stationary as they remain in a fixed position in respect to a given point on earth. എർത്തിന്റെ ഒരു ഗിവൺ പോയിന്റ് നോക്കിയാൽ അത് എപ്പോഴും എന്തായിട്ട് തോന്നുള്ളൂ? ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കുമെന്ന് തോന്നുള്ളൂ, റൊട്ടേറ്റ് ചെയ്യുന്നത് തോന്നില്ല, കാരണം എർത്തിന്റെ സ്പീഡിൽ തന്നെ ആയതുകൊണ്ട്. ഇനി ജിയോസിൻക്രണസ് ഓർബിറ്റും അതുപോലെ ജിയോ സ്റ്റേഷനറി ഓർബിറ്റും തമ്മിൽ എന്താണ് ആ ഡിഫറൻസ് വരുന്നത് നോക്കാം. അപ്പോൾ അതിൽ ഒരു കാര്യം ഓർക്കാനുള്ള, എവരി
ജിയോസ്റ്റേഷണറി ഓർബിറ്റ് ഈസ് എ ജിയോസിൻക്രണസ് ഓർബിറ്റ്. പക്ഷേ തിരിച്ചു. അപ്പൊ ജിയോസിൻക്രണസ് എന്ന് പറയുമ്പോൾ period of one side real day എർത്ത് ഒരു എർത്ത് ഡേ ഒരു റിയൽ ഡേ എത്തുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ഓർബിറ്റ് ചെയ്ത് ആ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിൽ തന്നെ എത്തും. അത്രയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. ആൻഡ് there are many such orbits. It may ഇൻക്ലിനേഷനും ഉണ്ട്. ഇനി ജിയോസ്റ്റേഷണറിയുടെ ഡിഫറൻസ് നോക്കാം. അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് altitude of 35,768 kilometers above the equator of the Earth, which follows direction of rotation of the Earth is directionലായിരിക്കും. ഇതിൽ that object orbital period എന്ന് പറയുന്ന with respect to നമ്മൾ ഒരു എന്താ പറയാ ഒരു സ്റ്റാറിനെയൊക്കെ എർത്തിൽ നിന്ന് നമ്മൾ വീക്ഷിക്കുന്ന പോലെ തന്നെയാണ് ഇത് വരിക. ആൻഡ് ഹെൻസ് ദ സ്റ്റേഷനറി. there is only one such ഒരു സ്റ്റേഷനറി ഓർബിറ്റ് ആണ് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്, ഒരു ഓർബിറ്റ് ഉള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് വൺ ടൈപ്പ് ഓഫ് ജിയോസിൻക്രണസ് ഓർബിറ്റ്. അപ്പോൾ മെനി ജിയോസിൻക്രണസ് ഓർബിറ്റ് ക്യാൻ ബി പോസിബിൾ. പക്ഷേ അതിൽ ഒരെണ്ണം മാത്രമാണ് എന്ത് ജിയോസിൻക്രണസ് ഓർബിറ്റ്, അത് ഒരെണ്ണം മാത്രമാണ് പറ്റുള്ളൂ. ഇറ്റ് ഈസ് എ സർക്കുലർ ഓർബിറ്റ്. അതാണ് മറ്റൊരു ഡിഫറൻസ് വരുന്നത്. ഇറ്റ് ഈസ് എ സർക്കുലർ ഓർബിറ്റ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഹാസ് സീറോ ഇൻക്ലിനേഷൻ ടു ഇക്വേറ്റർ. ഇവിടെ നോക്കൂ, ജിയോസിൻക്രണസ് സാറ്റലൈറ്റ് ഹാസ് ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ഇക്വേറ്റർ ആണ്. ജിയോ സീറോ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ഇക്വേറ്റർ. അപ്പോൾ അതാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ജിയോ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ജിയോ സിൻക്രണസ് എന്ന് പറഞ്ഞാൽ പോസിബിൾ ആണ്, പക്ഷേ ജിയോ സ്റ്റേഷനറി ഈസ് ദിസ് വൺ. ഓക്കെ, പിന്നെ നമുക്കൊരു ക്ലാസിഫിക്കേഷനൊക്കെ ഈ ഒരു സാറ്റലൈറ്റ്സിൻ്റെ പഠിക്കാനുണ്ട്. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വേറൊരു ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. ഇല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യമുള്ള ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഒപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോർഷനിലേക്ക് നമുക്ക് നോക്കാം. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്ത് തന്നെ വേണം പോകാനായിട്ട്. കോളേജ് സിലബസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ PSC ചോദിക്കുന്നത് നമ്മൾ വിട്ടുപോകും. അപ്പോൾ PSC ചോദിക്കുന്നത് വേണം. കമൻറ്റ് ചെയ്യാം ഇതിൻ്റെ ആൻസർ. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു.